മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ അസ്ട്രോളജർ ഗണപതി നിലയം മോഹൻദാസ്. 1201 ആണ്ട് കർക്കടക മാസ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. കർക്കടക മാസം ആധ്യാത്മിക മാസമാണ്. മഴയും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പട്ടിണിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് സമുദായത്തിൻ്റെ മനസ്സ് നഷ്ടപ്പെടാതിരിക്കാനും അവരുടെ പ്രതീക്ഷകളൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഹാന്മാരായിട്ടുള്ള പിതൃക്കൾ, നമ്മുടെ കാരണവന്മാർ ഈ സമയങ്ങളെ വളരെ ആധ്യാത്മികമായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. എപ്പോഴും തോരാത്ത മഴയും ദുരിതങ്ങളും തൊഴിലൊന്നുമില്ലാത്ത അവസ്ഥയും പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായപ്പോൾ അതിനേക്കാളൊക്കെ വലിയ അഭിവൃദ്ധിയാണ്, അബണ്ടൻസാണ് ദൈവത്തിലേക്കുള്ള സമീപനം എന്നുള്ള അവർക്കറിയായിരുന്നു. അപ്പോൾ പ്രകൃതിയുടേതായിട്ടുള്ള ഈ കുഴപ്പങ്ങളിൽ നിന്നെല്ലാം വേറിട്ട് നിന്നും മനുഷ്യ മനസ്സിനെ പ്രദീപ്തമായിട്ട് ദൈവത്താൽ പ്രചോദിപ്പിക്കാൻ വേണ്ടി കാരണവന്മാരായിട്ടുള്ള നമ്മുടെ ആൾക്കാർ, നമ്മുടെ കാരണവന്മാർ ഉണ്ടാക്കിയ സിസ്റ്റമാണ്. അപ്പം എല്ലാവരും രാമായണ മാസം ആചരിക്കണം. രാമനാമം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വിശേഷമായിട്ടുള്ള വേറെ ഒന്നുമില്ല. എന്ത് രീതിയിലുള്ള ദുരിതവും കഷ്ടപ്പാടും ശത്രുത്വവും കടവും ദുഃഖവും ഒക്കെ മാറാൻ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് രാമ 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 എന്നും ജപിച്ചു നോക്കി. ജപിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഗുണവും ദോഷമൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത്രമേൽ പാവനമാണ് രാമനാമം. അപ്പം എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നതായിട്ടുള്ള കൂറ് എടവക്കൂറാണ്. എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം, അര, ഇത്ര നക്ഷത്രങ്ങളാണ് എടവക്കൂറിൽ വരുന്നത്. എടവക്കൂറുകാർക്ക് നല്ല സമയമായിരുന്നു. അങ്ങേരുന്ന സമയത്ത് ചില ചെറിയ പ്രശ്നങ്ങളുണ്ടായി. ഈ തവണത്തെ വ്യാഴമാറ്റം അവരെ സംബന്ധിച്ചിടത്തോളം 3ലേക്ക് വ്യാഴം കൂടുന്നു. 3ലെ വ്യാഴത്തിന് ശകലം കുഴപ്പങ്ങളുണ്ട്. അതിനോടൊപ്പം തന്നെ സൂര്യൻ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ വ്യാഴവും സൂര്യനും കൂടി, വ്യാഴവും ആദിത്യനും കൂടി എടവക്കൂറുകാർക്ക് 3ാം ഭാഗത്താണ് നിൽക്കുന്നത്. 3ലെ വ്യാഴം നല്ലതല്ല. 3ലെ വ്യാഴം മുറവിളി കൂട്ടുന്നതാണ് ശാസ്ത്രം. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ, വ്യാഴം സന്താനകരനാണ്. മാതാപിതാക്കളും മക്കളൊക്കെ തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ വിദ്യാഭ്യാസത്തിനാണെങ്കിലും തൊഴിലിനാണെങ്കിലും എടവക്കൂറുകാരായിട്ടുള്ള ആൾക്കാർ പോയി കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ കഠിനമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടൊക്കെ എടുക്കണം. ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, സർക്കാർ സർവീസിലുള്ളവരായാലും സ്വകാര്യ മേഖലയിലുള്ളവരാണെങ്കിലും അവരെല്ലാവരും അധികാരികളിൽ നിന്ന് എന്തെങ്കിലും വിരോധമോ കുഴപ്പങ്ങളൊന്നും സമ്പാദിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. പഠിക്കുന്ന കുട്ടികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് പഠിത്തത്തിൽ കാര്യങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു പ്രത്യേക സമയമാണ്. അതുമാതിരി വാഹന ഉപയോഗം വളരെയധികം സൂക്ഷിക്കണം. മൊത്തത്തിലൊരു ടെൻഷനാണ്, ഒരു വഴക്ക് മൂടാണ്. എവിടെ ചെന്നാലും ഒരു കലഹ സ്വഭാവം കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യത്തിനെ സൂക്ഷിക്കണം. അതുമാതിരി വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. എത്ര നല്ല മനസ്സാണ് നമ്മുടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പുറത്തേക്ക് പറഞ്ഞ വാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് എല്ലാ സ്ഥാനത്തും കിട്ടുന്ന നീതി, ന്യായം, നമുക്ക് കിട്ടുന്ന അംഗീകാരം, അതെല്ലാം വാക്കിൻ്റെ ബേസിലാണ്. എത്രയൊക്കെ നല്ലത് മനസ്സിലിരിപ്പുണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ നമ്മൾ ആരും ഇതൊന്നും ആലോചിക്കില്ല കേട്ടോ, ദേഷ്യം വന്നു കഴിയുമ്പോൾ. അപ്പം അങ്ങനത്തുള്ള വാക്കുകളെയൊക്കെ സൂക്ഷിക്കണം. ബിസിനസ് പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മൊത്തത്തിലൊരു മാന്ദ്യം ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശനി 11ാം ഭാഗത്ത് നിൽക്കുന്ന സമയമാണ്. ഇങ്ങനെയാണേലും വ്യാഴം 3ാം ഭാഗത്ത് നിൽക്കുന്നു, കൂടെ യോഗം ചെയ്ത് സൂര്യൻ നിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ ശനി 11ാം ഭാഗത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ വലിയ വലിയ ഓപ്പർച്യൂണിറ്റികളൊക്കെ വന്നു വരാം. ബിസിനസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യത്തിലൊക്കെ ആണെങ്കിലും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി വന്നതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ഒന്നല്ല രണ്ടല്ല 3ാമതൊരു പ്രാവശ്യം കൂടി ആലോചിച്ചിട്ട് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിക്കാവുള്ളൂ. പ്രത്യേകിച്ച് ലോൺ എടുക്കൽ
കടം എടുക്കൽ, കടം കൊടുക്കൽ, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. അതേമാതിരി ലോണുകളോ എന്തെങ്കിലുമൊക്കെ പെൻഡിങ് ആയിട്ടിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാനുള്ള പരിപാടികൾ നോക്കണം. ജപ്തി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലർക്ക് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ കർമ്മരംഗം, അതേമാതിരി യാത്രകൾ, തൊഴിൽ സ്ഥലങ്ങളിൽ വളരെ മാന്യവും മര്യാദയായിട്ടും വളരെ കൃത്യനിഷ്ഠയായിട്ടും വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയൊക്കെ കൃത്യമായിട്ട് നോക്കാൻ ശ്രമിക്കണം. അതുപോലെ യാത്രകൾ, വാഹനോപയോഗം, അങ്ങനത്തുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഹൃദയരോഗങ്ങൾ, ഉദരരോഗങ്ങൾ, അങ്ങനത്തുള്ള കാര്യങ്ങളിലും ശ്രദ്ധാലുവാകണം. അപ്പം ഇതിനൊക്കെ പരിഹാരമായിട്ട് വ്യാഴപ്രീതി നടത്തണം, അതുപോലെ സൂര്യപ്രീതി നടത്തണം. അതുപോലെ ലഗ്നത്തിൽ തന്നെ ചൊവ്വ നിൽക്കുന്നതിൻ്റെ പേരിൽ, ഇടവക്കൂറിൽ തന്നെ ചൊവ്വ നിൽക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു കലഹമൂടുണ്ടാവും എന്ന് പറഞ്ഞു. സഹോദര സ്ഥാനത്തുള്ളവരൊക്കെ ആയിട്ടുള്ള ബന്ധം വളരെയധികം സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ചൊവ്വയ്ക്ക് സഹോദര കാരകത്വമുണ്ട്. ആങ്ങളമാരോ അല്ലെങ്കിൽ പെങ്ങന്മാരോ ഒക്കെ ആയിട്ടുള്ള കൂടിച്ചേരലുകളും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്യം കണ്ട് ചെയ്യണം. അതുപോലെ ദേവി പ്രീതിയും കൈവരുത്തണം. അപ്പോൾ വിഷ്ണു പ്രീതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യാഴപ്രീതിക്ക് വേണ്ടി വിഷ്ണു സേവയാണ് ഏറ്റവും നല്ലത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴുവണതും നെയ്വിളക്ക് വെക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പാൽപ്പായസ നേദ്യം, അത് സാമാന്യമായിട്ട് വഴിപാടാണ്. കേൾക്കുമ്പോൾ നിസ്സാരം തോന്നുന്നുണ്ടെങ്കിലും വളരെയധികം ഫലപ്രാപ്തിയുള്ള നല്ലൊരു വഴിപാടാണ്. അത് വ്യാഴപ്രീതിക്ക് വേണ്ടി ചെയ്യാവുന്നതാണ്. ശനിയെ കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ശനി 11ാം ഭാഗത്ത് നിൽക്കുന്നു, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ദേവീപ്രീതി നടത്തുക. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച തൊഴുവണതും വിളക്ക്, മാല, ശത്രു സംഹാര, ഗുരുതി പുഷ്പാഞ്ജലി, കടുംബായസ നേദ്യം, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ ലഗ്നത്തിൽ തന്നെ ഇടവ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ വീട്ടിലാണെങ്കിലും വിളക്ക് വെച്ച് പ്രാർത്ഥന, നമ്മുടെ പണ്ട് കാലത്തെ മുതൽ സന്ധ്യാ സമയങ്ങളിൽ കുടുംബത്തിലുള്ള ആൾക്കാർ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലുള്ള കാര്യങ്ങളൊക്കെ തുടരുന്ന വീടുകളാണ് അധികവും. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ തുടരുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനത്തിനേക്കാൾ കൂടുതൽ ഗുണം ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള പരിഹാരകർമ്മങ്ങളൊക്കെ ചെയ്ത് ഇടവക്കൂറുകാരായിട്ടുള്ള നക്ഷത്രക്കാരെല്ലാവരും ഈ കർക്കിടക മാസത്തിൽ സുഖമായിട്ട് കഴിഞ്ഞു പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാട്സാപ്പ് നമ്പർ ഈ വീഡിയോയുടെ താഴെ ഉണ്ടാവും. ഈ വാട്സാപ്പ് നമ്പറിൽ ഡേറ്റ് ഓഫ് ബർത്ത്, കൃത്യമായിട്ടുള്ള ജനന സമയം, നിങ്ങളുടെ ജില്ല, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത എന്നാൽ വളരെയധികം പ്രയോജനമുള്ള പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടെ തന്നെ പറഞ്ഞു തരാവുന്നതാണ്. അതിൽ സന്തോഷമുള്ളൂ.